ക്രാഫ്റ്റ് അല്ലെങ്കിൽ ജേർണലിംഗ് ചെയ്ത് കഴിയുമ്പോൾ എൻ്റെ ടേബിളിൻ്റെ ഒരു അവസ്ഥയാണ് കേട്ടോ ഈ കാണിക്കുന്നത്. ഇടയ്ക്കൊരു കമൻറ്റ് ഉണ്ടായിരുന്നു, സ്റ്റിക്കർ കളക്ഷൻ കാണിക്കുമോ, ജേർണലിംഗ് സപ്ലൈസ് കാണിക്കുമോ എന്നൊക്കെ പറഞ്ഞിട്ട്. എനിക്കങ്ങനെ ഒരുപാട് ജേർണലിംഗ് സപ്ലൈസ് ഒന്നും ഇല്ല. ഇതുപോലുള്ള ആക്രി സംഭവങ്ങളൊക്കെയാണ് ഉള്ളത്. ഇതുപോലെ എന്ത് കണ്ടാലും ഞാൻ എടുത്ത് വയ്ക്കും, ഇച്ചിരി ഭംഗി തോന്നുന്ന എന്ത് കണ്ടാലും ഞാൻ എടുത്ത് വയ്ക്കും. അപ്പോൾ അതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ജേർണലിംഗ് ചെയ്യാറ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുവാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ചാനലൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു ബോക്സിലാണ് എൻ്റെ സ്റ്റിക്കേഴ്സൊക്കെ കളക്ട് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ ഇത് ഭയങ്കര മെസ്സി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു മൊത്തത്തിലൊന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കാമെന്ന്. കൂട്ടത്തിൽ സ്റ്റിക്കേഴ്സും എൻ്റെ ഓർഗനൈസിങ്ങും ഒക്കെ നിങ്ങളെ കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ഇതുപോലത്തെ ബോക്സ് സംഭവങ്ങളിലാണ് ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ എടുത്ത് വെക്കുന്നത്. ഞാൻ ഇച്ചിരി ഭംഗിയുള്ള എന്ത് കണ്ടാലും എടുത്ത് വെക്കും. എനിക്ക് സ്റ്റിക്കേഴ്സ് എന്ന് പറയാൻ അങ്ങനെ ഒരുപാട് സ്റ്റിക്കേഴ്സ് അങ്ങനെ കളക്ഷനായിട്ടൊന്നും ഇല്ല കേട്ടോ. ഒരു 2-3 സെറ്റ് സ്റ്റിക്കേഴ്സ്, ബാക്കി എല്ലാം ഞാൻ പ്രിൻ്റ് എടുക്കുകയാണ് ചെയ്യുന്നത്. പിൻട്രസ്റ്റിൽ നിന്ന് പിക്ചർ ഡൗൺലോഡ് ചെയ്തെടുത്തതിന് ശേഷം പ്രിൻ്റ് എടുക്കും. അങ്ങനെ ഉള്ള കുറച്ച് സ്റ്റിക്കേഴ്സാണ് എൻ്റെ അടുത്തുള്ളത്. അല്ലാതെ ഉള്ളത് നോർമലായിട്ടുള്ളത് ഇതൊക്കെയാണ് കേട്ടോ. ഇങ്ങനത്തെ സ്റ്റിക്കേഴ്സൊക്കെയാണ് ഉള്ളത്. പിന്നെ ടോപ്പ് കമൻറ്ററിന് നമുക്ക് ജൂലൈ 18-ാം തീയതി അനൗൺസ് ചെയ്യാവേ. അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്യാം കേട്ടോ. ഇതുപോലുള്ള കുറച്ച് സ്റ്റിക്കേഴ്സ്, ഇതിൽ കുറച്ചൊക്കെ എനിക്ക് നമ്മൾ സ്റ്റിക്കർ ഫാക്ടറി നോട്ട്സിൻ്റെ പ്ലാനർ വാങ്ങിയില്ലായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ കിട്ടിയ കുറച്ച് സംഭവങ്ങളും ഉണ്ട്. പിന്നെ 2-3 സ്റ്റിക്കേഴ്സൊക്കെ ഞാൻ ഡൈക്കട്ട് സ്മാർട്ടിൽ നിന്ന് പണ്ട് വാങ്ങിയതാണ് കേട്ടോ. ഇതൊക്കെ അതിൽ നിന്ന് വാങ്ങിയതാണ്, ഡൈക്കട്ട് സ്മാർട്ടിൽ നിന്ന് പണ്ട് വാങ്ങിയതാണ്. ഇതൊരെണ്ണം ലെറ്റർ ബുക്കാണ്. പക്ഷേ ഇതെനിക്ക് ഒട്ടും ഇഷ്ടമല്ല. ഞാൻ പുറത്ത് ആ ഒരു ഭംഗി കണ്ട് വാങ്ങിയതാണ്. ഞാൻ കുറച്ചുകൂടെ പ്രതീക്ഷിച്ചു, പക്ഷേ അത്രയ്ക്കൊന്നും ഇല്ല. പിന്നെ ഇതുപോലുള്ള കുഞ്ഞ് സ്റ്റിക്കേഴ്സൊക്കെ, ഇതൊരു കേക്കിൻ്റെ ബോക്സാണ്, അതിലിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ കോട്ട്സും ഈ പിൻട്രസ്റ്റിൽ നിന്ന് എടുത്തിട്ടുള്ള പിക്ചേഴ്സും ഒക്കെ അതിലാണ് വെച്ചേക്കുന്നത്. പിന്നെ ഇതിൽ കുറച്ച് പോസ്റ്റ് കാർഡും ബർത്ത്ഡേ കാർഡും അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് ഈ ഒരു പൗച്ചിലാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് സ്റ്റിക്കർ ബുക്ക് എന്ന് പറയാൻ ഈ ഒരു സംഭവം മാത്രമാണുള്ളത്. ഇതും നമുക്ക് പ്ലാനറിൻ്റെ കൂടെ കിട്ടിയൊരു സ്റ്റിക്കർ ബുക്കാണ് കേട്ടോ. ഇതാണ് എൻ്റെ സ്റ്റിക്കർ ബുക്ക്. പിന്നെ ഉള്ളത് നമുക്ക് ഈ ജേർണലിൻ്റെ കൂടെ കിട്ടിയിട്ടുള്ള കുറച്ച് സ്റ്റിക്കേഴ്സ് ഉണ്ട്. അപ്പോൾ അതൊക്കെയാണ് എൻ്റെ സ്റ്റിക്കേഴ്സ് എന്ന് പറയാൻ. പിന്നെ ജേർണലിംഗ് സപ്ലൈസും അതൊക്കെ തന്നെയാണ് കേട്ടോ. പിന്നെ ഇതാണ് എൻ്റെ വിൻറ്റേജ് ജേർണലിംഗ് സപ്ലൈസ്. ഇതിൽ കുറേ കോഫി ഡേ ചെയ്തെടുത്ത പേപ്പേഴ്സും പ്രിൻ്റ് എടുത്ത പേപ്പേഴ്സും സ്ക്രാപ്പ് പേപ്പേഴ്സ് അങ്ങനെ കുറേ പേപ്പേഴ്സ് ഉണ്ട്. പിന്നെ ഇതാണ് എൻ്റെ ജങ്ക് ജേർണലിങ്ങിൻ്റെ കളക്ഷൻ വന്നിട്ട്. ഇത് കുറേ ആവുമ്പോഴാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. ഞാൻ ഓരോ ഡേയ്സ് അങ്ങനെ ചെയ്യാറില്ല. ജങ്ക് ജേർണലിങ് മൊത്തത്തിൽ ഒരു ദിവസം ഇരുന്ന് എല്ലാം കൂടെ അങ്ങ് എഴുതി പിടിപ്പിക്കും. അതാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ കുറേ മിഠായി കവറൊക്കെ ഉണ്ട്. പിന്നെ ഇതാണ് എൻ്റെ സ്ക്രാപ്പ് ബുക്ക്. ഇതിൽ ഞാൻ എന്ത് കിട്ടിയാലും എടുത്ത് വയ്ക്കും. ഈ കാർഡ്ബോർഡിൻ്റെ പീസ്, പിന്നെ നമ്മൾ ജേർണലിങ്ങും, പിന്നെ നമ്മൾ ക്ലിപ്പ് വാങ്ങുമ്പോൾ കിട്ടത്തില്ലേ ക്യൂട്ടായിട്ട് തോന്നുന്ന സംഭവങ്ങൾ എന്ത് കിട്ടിയാലും ഞാൻ ഇതിലൊക്കെയാണ് എടുത്ത് വയ്ക്കുന്നത്. അപ്പോൾ അത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക.